വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2-നും സെറ്റ് എക്കണോമിക്സിനും കോമൺ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റിന് ഞാൻ എടുത്തിട്ടുള്ളത് 2025 ഫെബ്രുവരി 2-ന് നടന്ന സെറ്റ് എക്കണോമിക്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 8 ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. ഓരോ ക്ലാസ്സിലായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്താം. ഒന്നിച്ച് ചെയ്താൽ നിങ്ങൾക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുമ്പോൾ കുറേ കണ്ടന്റ് ഉണ്ടാവും, ബോറടിക്കും. പിന്നെ കുറേ പേരുടെ കമൻറ്റ് കണ്ടു, മോക്ക് ടെസ്റ്റ് ചെയ്യാമോ എന്ന്, ഡെയിലി ക്ലാസ് വീഡിയോ ഇടാമോ, അതുപോലെ തന്നെ 2025 ഫെബ്രുവരി 2-ന് നടന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാമോ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിനെ കുറിച്ച് ചെയ്യാമോ, എല്ലാം പരിഗണിക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Which of the following states that government expenditure increases in step-like fashion? Option A, Grisham's law. Option B, Wagner's law. Option C, Okun's law. Option D, Weismann-Peacock hypothesis. അപ്പോൾ പബ്ലിക് ഫിനാൻസിൻ്റെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സിലബസിൽ പബ്ലിക് ഫിനാൻസ് എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ കുറേ ടോപ്പിക്കുകളുണ്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഇതിൽ ക്ലാസ് എക്കണോമിക്സ് എഡിബിൾസ് ഫോളോ ചെയ്തവർക്ക് മിക്കവാറും ഗ്രിഷംസ് ലോയും ഓക്കൺസ് ലോയും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും അല്ല, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ആ 2 ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്താൽ ബാക്കി 2 ഉണ്ട്. വാഗ്നേഴ്സ് ലോയും വൈസ്മാൻ പീക്കോക്ക് ഹൈപ്പോത്തിസിസും പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സേഷൻ തിയറിയിൽ വരുന്ന ഏരിയ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വൈസ്മാൻ പീക്കോക്ക് ഹൈപ്പോത്തിസിസ് ആണ്. വൈസ്മാൻ പീക്കോക്ക് ഹൈപ്പോത്തിസിസിലാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഇൻ സ്റ്റെപ്പ് ലൈക്ക് ഫാഷൻ, അതായത് ഗ്രാജുവലി സ്പീഡായിട്ടുള്ള ഗ്രാജുവലി ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? വൈസ്മാൻ പീക്കോക്ക് ഹൈപ്പോത്തിസിസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ സെയിം വൈസ്മാൻ പീക്കോക്ക് ഹൈപ്പോത്തിസിസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഒരേ ഏരിയയിൽ നിന്ന് തന്നെ അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ വന്നു. A tendency of central government's economic activities to grow at a faster rate than that of state and local government activities when an economy experiencing economic growth is dash effect. അപ്പോൾ വൈസ്മാൻ പീക്കോക്ക് ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 എഫക്റ്റ് വെച്ചിട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്, ഇൻസ്പെക്ഷൻ എഫക്റ്റ്, കോൺസെൻട്രേഷൻ എഫക്റ്റ്. അപ്പോൾ അതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ മുമ്പ് ടാക്സ് വളരെ ലോ ആണ്. അപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും കുറവായിരിക്കും. ഗവൺമെൻറ്റിന് ടാക്സ് കൂട്ടിയാലാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ് ടൈം വന്നപ്പോൾ പെട്ടെന്ന് ടാക്സ് കൂട്ടണം. കാരണം ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, അതായത് കോവിഡ് വാക്സിൻ, മറ്റ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇൻകം കൂടിയേ തീരൂ. റവന്യൂ കൂട്ടാൻ ടാക്സ് കൂട്ടും. അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. ലോവർ ടാക്സിൽ നിന്ന് ഹയർ ടാക്സ് ആയി, ലോവർ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് എന്തായിരിക്കും? ഹയർ പബ്ലിക് എക്സ്പെൻഡിച്ചറായി. അപ്പോൾ അതാണ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് കൊണ്ട് പറയണത്. ഇനി ഇൻസ്പെക്ഷൻ എഫക്റ്റ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റർബൻസ്, ആ കോവിഡിൻ്റെ ഇതൊക്കെ മാറി. അപ്പോൾ ഓൾറെഡി ടാക്സും അല്ലെങ്കിൽ ഗവൺമെൻറ് കളക്ട് ചെയ്ത റവന്യൂ ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ ആ റവന്യൂ എന്ത് ചെയ്യും? ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസിന് മുൻകരുതലായിട്ട് പബ്ലിക് സെക്ടർ, അതായത് ഹെൽത്ത് സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് എടുക്കാം, ഇപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പബ്ലിക് സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഇൻസ്പെക്ഷൻ എഫക്റ്റീവ് വരുന്നത്. ഇനി കോൺസെൻട്രേഷൻ എഫക്റ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് എക്കണോമിക് ആക്ടിവിറ്റീസ് ടു ഗ്രോ അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് വെൻ എക്കോണമി എക്സ്പീരിയൻസിങ് എക്കണോമിക് ഗ്രോത്ത്. കോൺസെൻട്രേഷൻ എഫക്റ്റ് ആണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേലും ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിയേക്കാളും ഫാസ്റ്റർ റേറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റികൾ നടക്കുന്നതാണ് കോൺസെൻട്രേഷൻ. അതായത് സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് തന്നെ എടുത്താൽ അറിയാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് ടൈം ടു ടൈം പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസൊക്കെ ഉണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദ യോജനയൊക്കെ ഉണ്ട്. അതൊക്കെ കേന്ദ്രത്തിൻ്റെ അതിൻ്റെ പേരിൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മുടെ സ്റ്റേറ്റിൻ്റെയും ലോക്കൽ ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന
ആനുകൂല്യങ്ങളെക്കാളും സ്പീഡിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ എനിക്ക് കിട്ടി പരിചയമുള്ളതിൻ്റെ എക്സ്പീരിയൻസിലായിട്ടാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് ആലോചിക്കുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആലോചിക്കുക. CC സെൻട്രൽ ഗവൺമെൻറ് കോൺസെൻട്രേഷൻ അത് ആലോചിക്കുക. അപ്പോൾ പീക്കോക്ക് വൈസ്മാനിൽ 3 എഫക്റ്റാണ് പറയണതെന്ന് ആലോചിക്കുക: ഡിസ്പ്ലേസ്മെൻറ്റ്, ഇൻസ്പെക്ഷൻ, കോൺസെൻട്രേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫ്യൂഷൻ തിയറി ഓഫ് ടാക്സേഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി NF കനാഡ്, ഓപ്ഷൻ സി മിൽട്ടൺ ഫ്രീഡ്മാൻ, ഓപ്ഷൻ സി സാമുവൽസൺ. ആരാണ് ഡിഫ്യൂഷൻ തിയറി കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. NF കനാഡും മാൻസ്ഫീൽഡും ആണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് NF കനാഡ് മാത്രം തന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3 പേരുമല്ല, NF കനാഡാണ്. ഡിഫ്യൂഷൻ തിയറിയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് ബേർഡൻ്റെ എഫക്റ്റ് ഈക്വലി ആയിരിക്കും, സൊസൈറ്റിയിൽ ഈക്വലി ആയിരിക്കും ടാക്സ് ബേർഡൻ എല്ലാവരും എഫക്റ്റ് ചെയ്യാമെന്നാണ് ഈ ഡിഫ്യൂഷൻ തിയറി ഓഫ് ടാക്സേഷനിൽ കൂടെ NF കനാഡ് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ ക്രൈറ്റീരിയൻ ഇൻ ദ ഫോർമുല ഫോർ ഇന്റർ സീ ഷെയർസ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ ടാക്സ് ഡെവല്യൂഷൻ? അതായത് ഫിനാൻസ് കമ്മീഷൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ടാക്സ് ഡെവല്യൂഷൻ്റെ കുറേ ഏരിയാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ആ ടാക്സ് ഡെവല്യൂഷൻ ക്രൈറ്റീരിയയിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്ന് ക്ലാസ് കേട്ടവർക്ക് അറിയാം, ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി അതിൽ കണ്ടിരുന്നു എത്ര ശതമാനമാണ് ഫോറസ്റ്റിന് കൊടുത്തിരുന്നത്. 14th ഫിനാൻസ് കമ്മീഷനാണ് ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജിക്ക് സ്ട്രെസ് കൊടുത്തതെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 10% ഫോറസ്റ്റിന് കൊടുത്തിരുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ ഇൻകം ഡിസ്റ്റൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫോറിൻ റെമിറ്റൻസ് അതിലുണ്ടായിരുന്നോ? ഇല്ല. ഫിസ്ക്കൽ ആൻഡ് ടാക്സ് പെർഫോമൻസിന് എത്രയായിരുന്നു? 2.5% ഒക്കെയായിരുന്നു 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരുന്നത്. കണ്ട, ഈ ഏരിയയൊക്കെയാണ് ടാക്സ് ഡെവല്യൂഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോപ്പുലേഷൻ 15% ഉണ്ടായിരുന്നു. ഏരിയ, ഇൻകം ഡിസ്റ്റൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഡെമോഗ്രാഫിക് പെർഫോമൻസ് അന്ന് മാച്ച് ദ ഫോളോയിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 12.5% ആയിരുന്നു ഇത് ഡെമോഗ്രാഫിക് പെർഫോമൻസ്. ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫോർട്ടിന് 2.5% ആയിരുന്നു. കോസ്റ്റ് ഡിസബിലിറ്റി. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, കാരണം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. കണ്ട, നോട്ട് ഏതാണ് ഉൾപ്പെടുത്താത്തതെന്ന്. അപ്പോൾ സി ആണ്, ഓപ്ഷൻ സി ഫോറിൻ റെമിറ്റൻസ് ആണ് എന്ത് ടാക്സ് ഡെവല്യൂഷനിൽ ഉൾപ്പെടുത്താത്തത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷനും അതിൻ്റെ റീസണും കൊടുത്തിട്ടുണ്ട്, അതിലേതാണെന്നുള്ളത് കണ്ടെത്താനാണ്. Assertion A. The central government has great control over the taxation powers in India. Reason are the 6th schedule of the Indian Constitution allocate more taxation powers to the center. Option A. Both A and R correct, and R is the correct explanation for A. Option B. Both A and R are correct, but R is not correct explanation for A. Option C. A is correct, but R is incorrect. ഓപ്ഷൻ ഡി, എ ഈസ് ഇൻകറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ്. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഗ്രേറ്റ് കൺട്രോൾ ഓവർ ടാക്സേഷൻ പവേഴ്സ് ഇൻ ഇന്ത്യ അല്ലേ. ഇന്ത്യയിൽ നികുതി ഫിനാൻസ് കമ്മീഷനെ ഒക്കെ അപ്പോയിന്റ് ചെയ്ത് സെൻട്രൽ സ്റ്റേറ്റ് ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനാണ് ടാക്സേഷനിൽ കൂടുതൽ പവേഴ്സ് ഉണ്ടാവുക. ഇനി അടുത്ത് നോക്കി അതിന്റെ റീസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ദ 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലോക്കേറ്റ് മോർ ടാക്സേഷൻ പവേഴ്സ് ടു ദ സെന്റർ. 6th ഷെഡ്യൂൾഡ് ടാക്സേഷനെ പറ്റിയാണോ പറയുന്നത്? അല്ല. 6th ഷെഡ്യൂൾ പറയുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ട്രൈബൽസിന് കൂടുതൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യണതാണ് എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ടാക്സിനെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഷെഡ്യൂൾ ഏതാണ്? 7th ഷെഡ്യൂൾ ആണ് അല്ലേ. 7th ഷെഡ്യൂളിലാണ് എന്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ പറയണത് ഏതാണ്? 7th ഷെഡ്യൂളിലാണ്. അപ്പോൾ 6th ഷെഡ്യൂൾ അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ദ എസ്റ്റിമേറ്റഡ് കോർപ്പസ് ഓഫ് ദ മോഡേണൈസേഷൻ ഫണ്ട് ഫോർ ഡിഫൻസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി റെക്കമെൻഡഡ് ബൈ ദ 15th ഫിനാൻസ് കമ്മീഷൻ ഓവർ ദ പീരിയഡ് 2021-26 ഈസ് 15th ഫിനാൻസ് കമ്മീഷൻ മോഡേണൈസേഷന് വേണ്ടി, അതായത് ഡിഫൻസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റിയുടെ മോഡേണൈസേഷന് എത്രയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1.5 lakh crore, ഓപ്ഷൻ ബി 2.38 lakh crore, ഓപ്ഷൻ സി 2.5 lakh crore, ഓപ്ഷൻ ഡി 3 lakh crore. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചതും
2.4 lakh crore ആണ്. LBSന്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് 2.54 ലാക്കിനോട് ഏകദേശം അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ ഏതാണ് ഇതിൽ? 2.38 lakh crore ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഞാൻ മുന്നേ പറഞ്ഞു, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ഒക്കെ ആയിട്ടാവും നമുക്ക് കൂടുതൽ എക്കണോമിക്സ് ഏരിയന്ന് ക്വസ്റ്റ്യൻ നോക്കുക. അതേപോലെ തന്നെ എക്കണോമിക് സർവേ ഏരിയ നോക്കി ഇതേമാതിരി കുറേ പോയിന്റും ലക്ഷവും കോടിയും ഒക്കെ വില വരുന്ന ആൻസേഴ്സ് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. Who proposed that the public expenditure should not exceed more than 25% of total expenditure? Option A Wagner, option B Peacock, option C Weissman, option D Colin Clark. ഇതും പബ്ലിക് എക്സ്പെൻഡിച്ചർ ഏരിയ എന്നാണ് വന്നത്. അപ്പോൾ ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ 20% കൂടരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി കോളിൻ ക്ലാർക്ക് ആണ് ആൻസർ വരുന്നത്. കോളിൻ ക്ലാർക്ക് പറഞ്ഞിട്ടുള്ളത് 25% കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ എന്താണ് ഇൻഫ്ലേഷൻ ഇന്നെവിറ്റബിൾ ആണെന്നാണ് ആര് കോളിൻ ക്ലാർക്ക് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിയോണ്ടിഫ് പാരഡോക്സ് സ്റ്റേറ്റ് ദാറ്റ് ഓപ്ഷൻ എ ദ US എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട്സ് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ്. ഓപ്ഷൻ ബി US എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എയ്തർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഫാക്ടർ എൻഡോമെന്റ്. Option C the US exports labor intensive goods and imports capital intensive goods. Option D none of the above. The Leontief paradox എന്താണ് പറയുന്നുള്ളതെന്നാണ് ഇവിടെ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദ US എക്സ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആണ്. ഇത് ജസ്റ്റ് അഗെയിൻസ്റ്റ് ആണ്. ഹെക്ഷർ റോളിംഗ് തിയറിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത് ലിയോണ്ടിഫ് പാരഡോക്സ് പറയുന്നത്. ഹെക്ഷറോളിൻ തിയറി എന്താ പറയുന്നത്? ഈ ഹെക്ഷറോളിൻ തിയറിയും ലിയോണ്ടിഫ് പാരഡോക്സ് ഇതൊക്കെ വരുന്നത് ഏതാണ്? ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹെക്ഷറോളിനിൽ പറയുന്നത് US എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് എന്നാണ്. അതായത് ഇതിലത്തെ ഓപ്ഷൻ എ ആണ് എന്ത് ഹെക്ഷറോളിൻ തിയറി പ്രകാരം പറയുന്നത്. അതായത് US എന്താണ് ക്യാപിറ്റൽ അബണ്ടന്റ് നേഷൻ ആയതിൻ്റെ പേരിൽ US എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക, ലേബർ ഇൻറ്റൻസീവ് ആവും ഇമ്പോർട്ട് ചെയ്യുക എന്നാണ് ഹെക്ഷറോളിനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ലിയോണ്ടിഫിൻ്റെ സ്റ്റഡീസിൽ വ്യക്തമാക്കിയത് എന്താണ്? US എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആണ്, ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആണെന്നാണ് ആര് ലിയോണ്ടിഫ് പാരഡോക്സിൽ പറയുന്നത്. അപ്പം ഇന്ന് 8 ക്വസ്റ്റ്യൻ ആണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതുമായി റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായി കാണാം. താങ്ക് യു.